അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണല്ലോ അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക, അകത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ വിഷമമുള്ളൊരു സമയമാണ് ഇപ്പോൾ ഇത്. ഭയങ്കര മനസ്സിന് സമാധാനമില്ല കേട്ടോ. കാരണം കാറ്റും മഴയൊക്കെ കൊണ്ട് വരുമ്പോൾ ഭയങ്കര ബേജാറാണ് ഇപ്പോൾ. അല്ലേ മരങ്ങളായിട്ടും ഓരോന്ന് വീണിട്ടും ഒക്കെ അല്ല അവസ്ഥ. അപ്പോൾ ഓരോന്ന് പേടിയാണ്. പിന്നെ പലതും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ മുറ്റത്തത്തെ തെങ്ങ് ആദ്യത്തെ മഴയിൽ തന്നെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു ഇതാട്ടാ ഈ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ. മഴ തന്നെയാണെങ്കിലും കുഴപ്പമില്ല, കാറ്റൊക്കെ അടിക്കുമ്പോഴാണ് ആകെ പേടി വരുന്നത്. എന്തായാലും ആർക്കും ഒരാപത്തൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളിയാഴ്ചയിലെ വിശേഷങ്ങളൊക്കെയാണ്. വെള്ളിയാഴ്ച നമുക്ക് ഇഡ്ഡലി കഴിഞ്ഞ് രാവിലെ അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ ചട്നിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞാൻ ബീഫ് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറി ഉണ്ടാക്കണം. അപ്പം അന്നൊന്നും ഇത്ര തന്നെ മഴ ഇല്ല കേട്ടോ. മഴ ഉണ്ടെങ്കിലും ഇത്ര ഓവറായിട്ടുള്ള മഴ ഇല്ല. അപ്പോൾ അതിനെക്കാട്ടിയും കൂടുതലാണ് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ വെള്ളം കണ്ടെടുത്തിട്ടു ഇതായിട്ടൊക്കെ. അപ്പോൾ അതാ ബീഫൊക്കെ നുറുക്കിയെടുക്കുകയാണ്. ഇപ്പോഴും ഇരുട്ട് പിടിച്ചിട്ടും കൊണ്ട് കറുത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കണേ. അപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പം ബീഫിക്ക് ചക്കക്കുരു ഇട്ടുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഇട്ട് ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചക്കക്കുരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പൊടിയുള്ള കുരുവാണിത്. അപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങോട്ട് കളഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കാപ്പി കളറൊന്നും കളയണ്ട കേട്ടോ. കറണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ പോകുകയാണ്. ഈ മഴ അല്ലേ, ഇനി നല്ല കാറ്റും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ വീണാൽ പിന്നെ പറയും വേണ്ട. അപ്പം അങ്ങനെ എപ്പോഴാണ് കറണ്ട് 2 ദിവസം അടുപ്പിച്ചില്ലാതാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ ഫോണിൻ്റെ കാര്യമൊക്കെ പറ്റ പോക്കാവട്ടെ. ചാർജ് ഇല്ലായും വെളിച്ചമില്ലായും കൂടെ ആയിട്ട്. അപ്പം ഇനി ഇതന്നെ വിടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇത് ഞാൻ ശനിയാഴ്ചയാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ തുടർന്ന് മഴ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പറ്റണ പോലൊക്കെ വീഡിയോ ഒക്കെ വിടുള്ളൂ. അപ്പോൾ ഇത് എടുക്കാനും അതുപോലെ ഇത് വിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ കറണ്ടും കാര്യങ്ങളൊക്കെ ഈ പോക്കും ഇതൊക്കെ ആകുമ്പോൾ. ഒന്ന് ബീഫ് വെക്കണ എളുപ്പത്തിലുള്ളൊരു വെപ്പാണ് കേട്ടോ. ബീഫൊക്കെ കഴുകി ഒന്നും കൂടി ഞാൻ നുറുക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ വലിയ കഷ്ണം ഒന്നും കൂടി കണ്ട് ചെറുതാക്കി എടുത്തുങ്ങാണ്ട് ചക്കക്കുരു കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരു കുറച്ച് ഒരു 2 പിടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയൊരു 2 സവാളയും അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ഒന്നും കൂടിപ്പോകരുത് ബീഫൊക്കെ ഒന്നും. പിന്നെ അത് കറിയാക്കി എടുക്കുന്ന കാരണം കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സവാളക്ക് പകരം ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഇതിലും ടേസ്റ്റ്. അപ്പോൾ മല്ലിപ്പൊടി ഒരു 3-4 ടേബിൾ സ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാല പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ്. പിന്നെ വേണ്ട ഉപ്പും അതൊക്കെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൈ എപ്പോഴും കഴുകിയിട്ടല്ല വൃത്തിയാക്കുന്നതല്ല. അപ്പോൾ ചിലവർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ. കയ്യിലൊക്കെ വെച്ചിട്ട് കാണാൻ ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു ഷാറ് കിട്ടൂല കേട്ടോ. നമ്മളെ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും അങ്ങനത്തൊക്കെ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ അങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളെ വീട്ടമ്മമാർ എപ്പോഴും ഇതൊക്കെ ഒരേ ഫുഡ് ഉണ്ടാക്കണമല്ലോ. പിന്നെ നമ്മൾ എല്ലാ കൈയൊക്കെ കഴുകിയിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് അറപ്പും കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ട് ഇതിന് മൂടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി തുറന്നാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി നല്ല തിളച്ച് വന്നതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ മഴ കണ്ട് പെയ്താലും ഇവിടെ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചീവിലെടുത്തിട്ട് പിന്നെ കുറേശ്ശെ ഞാൻ ചേരുന്നുണ്ട്. അതൊക്കെ കൂടായിട്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഇത്ര മഴ ഉണ്ടായിരുന്നല്ലോ വെള്ളിയാഴ്ച ദിവസമൊക്കെ. പിന്നെ അതിൻ്റെ ശേഷമാണ് കൂടുതൽ മഴ പെയ്തത്. പിന്നെ ഇതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ നന്നായിട്ട് കത്തിച്ചിട്ട് വിറകൊക്കെ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വെന്തിട്ടുണ്ട്. അല്ല പൊടിയുള്ളതാണ്.
അപ്പോൾ അതൊക്കെ വെന്തതിന് ശേഷം ഞാൻ ഇതിലുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്നും കണ്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഒരു കാൽ ഭാഗം കൂടി ഒന്നും കൂടി കണ്ട് കത്തി തിളച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബീഫ് അടിപൊളിയായി നല്ല രുചി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടൊന്ന് താളിപ്പും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇതിലേക്ക് തേങ്ങാച്ചോറ് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നേരം വൈകിയപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടുപ്പത്ത് ഈ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാതെ തന്നെ ഈ അടിയിലൊക്കെ പിടിക്കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉഷാറായി വന്നിട്ടുണ്ട്. ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെള്ളമാണ് വെച്ച് വെച്ചിട്ടുള്ളത്. വെള്ളത്തിൽ കുറച്ച് ജീരകം ഇട്ടുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും പതിമുളകോ എന്തെങ്കിലുമൊക്കെ തിളപ്പിച്ചെടുക്കുന്നത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി മഴക്കാലമൊക്കെ ആകുമ്പോൾ ആവുന്നതും ചെറിയ ചുടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളം ഇതൊക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഗ്യാസുമ്പോൾ തന്നെ കത്തിക്കുമ്പോൾ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നേരം വൈകിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസുമ്പോൾ വെക്കാൻ വിചാരിച്ചു. ഈ കുക്കറിനാണെങ്കിലും പിടുത്തല്ല കേട്ടോ. പിടുത്തല്ല അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ വെക്കും. അപ്പോൾ ഇത് വലിയ കുക്കറാണ്. അപ്പോൾ ചോറൊക്കെ വെക്കാൻ ഇതായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഉലുവച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ല, തേങ്ങാച്ചോറ്. അപ്പോൾ ഞാനൊരു 3.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അരിക്ക് വെള്ളത്തിന് കണക്കൊന്നുമില്ല. വെള്ളം നമ്മൾ ഈ കൈ വെച്ചിട്ടുള്ള ഒരളവാട്ടെടുക്കുക. പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയതും ഒരു 10 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ കൂടെ ചേർത്തിട്ട് ഉപ്പിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മൾ അതിക്ക് വെള്ളം പാകാക്കിയിട്ട് കൈ വെച്ചിട്ട് കൈയിൻ്റെ മേലത്തെ വേറുണ്ടല്ലോ അത്രയും അളവിട്ട് വെള്ളം വെച്ചെടുക്കും. പിന്നെ ഇത് മൂടിക്കാണ്ട് ഇതാ കുക്കറിന് നന്നായിട്ട് അടച്ചിങ്ങാണ്ട് വെക്കൂട്ടോ. അപ്പോൾ ഈ അതിൻ്റെ കുക്കറിൻ്റെ ഇതുണ്ടല്ലോ പോന്നിട്ടില്ല. അപ്പോൾ അത് ലൂസാകുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കാത്ത കാരണം നമുക്ക് ഊരി പോകുന്നത്. ഞാൻ സ്പൂൺ വെച്ചിങ്ങാണ്ട് അങ്ങനെയെങ്കിലൊക്കെ അടച്ചിങ്ങാണ്ട് വെക്കുക. മറ്റേ ഒരു കഞ്ഞിയാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരകിയിരിക്കുകയാണ് അത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങാച്ചോർക്ക് ഒരു ചമ്മന്തിയും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ദീപിക കുറച്ച് തേങ്ങ ചിരകിയെടുത്തിക്കണ്. 2 കാന്താരി മുളക് ഉണ്ടല്ലോ, മുളക് ചീനമുളക് പോലത്തെ മുളക് കേട്ടോ. അപ്പം എരിവുള്ള മുളകാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇട്ടിക്കണ്. അതൊക്കെ ചെറിയ ഉള്ളി അതൊക്കെ ചേർത്തിക്കാണ്ട് ഒന്നും കൊണ്ട് അരച്ചെടുക്കണേ. വേണമെന്നുണ്ടെങ്കിൽ പുളിങ്ങ ചേർത്ത് കേട്ടോ. അതും കൂടി ചേർത്ത് ഞാനെന്താ ബീഫൊക്കെ താളിപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പണികളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി 4 ബക്കറ്റ് ഉണ്ടാവും കൂടി കേട്ടോ. നല്ല ചൂട് കൊടുക്കാൻ കഴിക്കാനല്ല നല്ലത്. അപ്പോൾ നേരം വൈകിട്ടാണ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ചോറിന്. ഇതുപോലെ ഓടിട്ട വീടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി സമാധാനം ഉണ്ടാവില്ല നമുക്ക്. കാറ്റും മഴയൊക്കെ കണ്ടടിക്കുമ്പോൾ വീടൊക്കെ എന്താവും, പൊളിഞ്ഞ് വീഴുകയോ പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വീണാൽ ഓടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കൊണ്ട് പൊട്ടി വീഴില്ല. നമ്മൾ ദാർപ്പായൊക്കെ ഇട്ട് മൂടിയിട്ടാണല്ലോ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തൊക്കെ ഭയങ്കര വേഗാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോൾ. അപ്പോൾ എന്തൊക്കെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയുള്ള വീട്ടുകാർക്കൊന്നും കൂടി വിചാരിക്കും വീഴും. അപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ ബീഫൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചക്കക്കുരുവൊക്കെ ഇട്ട് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ല രുചി ഉണ്ടാവും. ബീഫ് കുറവാണെന്നുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ചക്കക്കുരുവൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ നല്ല രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറി
എന്നുള്ളതിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ കണ്ടില്ല തേങ്ങാച്ചോറ് നല്ല സെറ്റായിട്ടുണ്ട്. 2 വിസിലാട്ടത് അടിച്ചത്. 2 വിസിലതിൽ വെള്ളമൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ചോറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. പാകത്തെ വേവായിട്ടുണ്ട്. പിന്നെ അടി പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ വെള്ളം ഏറിയാൽ നന്നാവില്ല. വെള്ളം പാകമാവണം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടുണ്ടല്ലോ, കൈയിൻ്റെ മുകളിലത്തെ വര അതുവരെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. 1 കപ്പിന് 1 കപ്പ് വെള്ളം അങ്ങനത്തെ ഇതിലല്ല കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ല ചോറ് കഴിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ട്. അപ്പോൾ കുക്കറിൽ ഞാൻ പിന്നെ എൻ്റെ ചോറ് നല്ല സമയത്താണ് ഇത് തുറന്നെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നേരം വൈകിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കേട്ടോ. കാരണം നല്ല മഴയും കാര്യമാണ്. പിന്നെ കറണ്ട് ഇല്ല. അങ്ങനത്തെ ഒക്കെ ഒരേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒരു വീഡിയോ വിടാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മെച്ചമുണ്ടായിട്ടൊന്നുമില്ല. എന്നാലും എപ്പോഴെങ്കിലും നമ്മളെ വീഡിയോ കയറിപ്പോയിട്ടൊരു മെച്ചമെങ്കിലും ഒന്ന് കരുതിയിട്ടല്ല ഇപ്പോൾ നമ്മൾ വീഡിയോ വിടുന്നത്. ഇന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതാ തൈരും അതുപോലെ ചമ്മന്തിയും പപ്പടം. അപ്പോൾ നല്ല മഴക്കല്ലേ. അപ്പോൾ ഉള്ളിവട കഴിക്കാനൊരു പൂതി കേട്ടോ. പിന്നെ നമ്മൾ 2 ഉള്ളിയൊക്കെ എടുത്തുകൊണ്ടിതാ സവാള കേട്ടോ. നമ്മുടെ ഉള്ളിന്ന് പറഞ്ഞിട്ട് ഉള്ളിന്ന് പറയാണ്. സവാള 2 എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ മല്ലിയില അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, മൈദപ്പൊടി ഉണ്ട്. അപ്പോൾ ഒക്കെ വെച്ചിട്ട് ഉള്ളിവട ഉണ്ടാക്കുകയാണ്. 2 പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോകാൻ വയ്യ. അപ്പോൾ കുറച്ച് ഇഞ്ചി ചതച്ചിങ്ങാണ്ട് അതും ഇട്ടെടുത്തിക്കണേ. പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ മൈദപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദപ്പൊടി ഇതിലേക്ക് കൂടുതലാവരുത്. നമുക്ക് ഈ ഉള്ളിൻ്റെ ഈ വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാനുള്ള മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉള്ളി വെള്ളം ഇട്ടിച്ചിട്ട് അപ്പോൾ നമ്മൾ മൈദ ഇട്ടത് കുറച്ച് കയറിപ്പോയി. ഒരു ലേശം വെള്ളം ഒന്ന് ഇട്ടിച്ച് കൊടുത്തുകൊണ്ടത് അങ്ങനെ കുഴച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ പരത്താനുള്ളതിലാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിവടൊക്കെ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കും തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ നമുക്ക് വേണ്ട വിചാരിച്ചിട്ടാട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചായിട്ട് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ അതിനൊന്നും പറ്റണില്ല. അപ്പോൾ അതാ നമ്മൾ ഉള്ളിവടൊക്കെ പരത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 ഭാഗവും നല്ല തീ വെച്ചിട്ട് തന്നെ അത് കരിയിപ്പിച്ചെടുക്കരുത്. മൂപ്പിച്ചിട്ട് തന്നെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളിവടൊക്കെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ചായയും കൂടി വെച്ചിരിക്കുന്നത് കട്ടൻ ചായയാണ്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അതിൽ കട്ടൻ ചായയൊക്കെ കുടിക്കും നല്ല രസത്തിൽ നമ്മൾ കൊലായ്മലൊക്കെ കൊണ്ടുവച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളൊക്കെ എടുത്തുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായ എന്നിട്ട് വീഡിയോ ഇത്രയൊന്നും അതിൽ ഒരുപാട് വീഡിയോ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പുതിയ കുട്ടിക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കുട്ടിക്കാർക്കും അസ്സലാമു അലൈക്കും.